പുതുവർഷത്തിന്റെ സമൃദ്ധിയും നന്മയും കണികണ്ട് സൗദിയിലെ മലയാളികളും വിഷു ആഘോഷിച്ചു. പ്രവർത്തിദിനമായിട്ടും റെസ്റ്റോറന്റുകളിൽ വിഷു സദ്യയ്ക്കായി നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ദമാമിൽ നിന്നും സുബൈർ ഉദ്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുതുവർഷത്തിന്റെ സമൃദ്ധിയും നന്മയുമെല്ലാം കണികണ്ടുണർന്ന് സൗദിയിലെ മലയാളി പ്രവാസികളും ഇന്ന് ഗംഭീരമായി തന്നെ വിഷു ആഘോഷിക്കുകയാണ്. എല്ലാവരും ആഘോഷ തിരക്കുകളിലേക്ക് നീങ്ങിയിരിക്കുന്നു. വിഷു സദ്യയുടെ ഒരുക്കങ്ങളാണ് എല്ലായിടത്തും. വീടുകൾ കേന്ദ്രീകരിച്ചപ്പോൾ വീടുകളെല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള വിഷു സദ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരക്കുകളാണ്. പക്ഷേ ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വളരെ സജീവമാണ്. റെസ്റ്റോറൻറ്റുകളിലെല്ലാം ബാച്ചുലേഴ്സ് ടീം കൈയടക്കി എന്ന് വേണം പറയാൻ വേണ്ടി. നമുക്കത് ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് ഇന്നത്തെ വിഷു സദ്യ? എങ്ങനെയുണ്ട്? സദ്യ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. ഓക്കെ, എത്ര വിഭവങ്ങളൊക്കെ ഉണ്ട്? ഒന്നും എണ്ണിയിട്ടില്ല, എണ്ണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾക്ക് ഒരു പുതുവർഷത്തിന്റെ ഒരു തുടക്കമാണല്ലോ വിഷു. എന്താണ് ഒരു മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒരുപാട് നല്ല ഓർമ്മകളാണ്. എന്താ പറയുക, പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെ വ്യത്യസ്ത ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സന്തോഷ ദിനത്തിൽ ഒരിടത്തൊരുമിച്ച് കൂടി വിഷു സദ്യ ഗംഭീരമാക്കുകമായിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഒരു ഫാമിലി കുടുംബവും ഇവിടെ ഉണ്ട്. ഇവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇത്രയും വിഭവങ്ങൾ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ആക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ റെസ്റ്റോറൻറ്റിനെ ആശ്രയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇത് നമുക്ക് കേൾക്കാം, ഇവരുടെയും വിശേഷങ്ങൾ അറിയാം. എങ്ങനെ തോന്നുന്നു പിന്നെ വിഷു ആഘോഷം എങ്ങനെ പോകുന്നു? ആദ്യമായി എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ആശംസകൾ. ഞങ്ങളെല്ലാവരും ഇവിടെ ഈ പ്രവാസ ലോകത്ത് ഈ ഒരു വിഷു ഒത്തുകൂടാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ. 24 ന്യൂസിന് വിഷു ആശംസകൾ. ഓക്കെ, നമ്മൾ വീട്ടിലല്ലെങ്കിൽ കൂടെ നമ്മൾ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് പോകണമെന്നുണ്ടെന്നുള്ള ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ എവിടെയാണെങ്കിലും മലയാളികളെ ഒത്തുകൂടുക, നമ്മുടെ എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വർക്ക് സ്ട്രെസ് കുറയ്ക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നല്ലൊരു വിഷു പുതുവർഷം ആശംസിക്കുന്നു. 26 വർഷമായി ഞങ്ങൾ സാധാരണ റൂമിലാണ് ഉണ്ടാക്കല്. കൂട്ടുകാരുടെ ബാലൻ എന്ന് പറഞ്ഞ ആളുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളുണ്ട്, റഹീം എന്ന് പറഞ്ഞ ആളുണ്ട്. ഞങ്ങളൊക്കെ റൂമിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. തലേന്നേ ഉണ്ടാക്കും, നേരത്തെ ഉണ്ടാക്കും. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര യോജിപ്പാണ്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മുതലാളിൻ്റെ വക എല്ലാവരും ഒരുമിച്ച്, വർക്കേഴ്സൊക്കെ ഒരുമിച്ച്, മുതലാളിൻ്റെ വൈഫ് ഒരുമിച്ച്. ഭയങ്കര സന്തോഷമായി. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നന്മയുടെ കണി കണ്ടുണർന്ന സൗദിയിലെ മലയാളി പ്രവാസികൾ വളരെ ഗംഭീരമായി തന്നെ വിഷു ആഘോഷിക്കുകയാണ്. ദമാമിൽ നിന്നും ക്യാമറമാൻ ഷഫീഖിനോടൊപ്പം സുബൈർ ഉദ്നൂർ, 24. ഹാപ്പി വിഷു.